പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. കർത്താവിന്റെ ദാസിദാസന്മാരെ, നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ ക്ഷേമത്തോടുകൂടെയാണെന്ന് കർത്താവിൽ ഈ പ്രഭാതവും വിശ്വസിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലാം. 119 സങ്കീർത്തനകാരൻ പാടുന്നു, നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എൻ്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. ദൈവവചനം കൃത്യമായി വായിക്കുന്നവരും പഠിപ്പിക്കുന്നവരും അത് പ്രസംഗിക്കുന്നവരും ധാരാളം പേരുണ്ട്. ഈ പറഞ്ഞതൊക്കെ നല്ലത് തന്നെയാണെങ്കിലും അതിലുപരിയായി ദൈവവചനം അനുസരിക്കുവാനുള്ളതാണ്. എന്തെങ്കിലും ചിലത് അനുസരിക്കുകയും അവരവർക്ക് ഇഷ്ടമുള്ളത് മാത്രം അനുസരിക്കുകയും അല്ലാത്തത് തള്ളിക്കളയുവാനുള്ളതുമല്ല ദൈവവചനം. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം പ്രമാണിക്കുവാനുള്ളതാണ്. ദൈവത്തിന്റെ അധരങ്ങളിൽ നിന്നും പുറപ്പെട്ടതാണ് ദൈവത്തിന്റെ വചനം. വചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. മനുഷ്യന് പ്രമാണിക്കുവാനുള്ള വചനങ്ങൾ മാത്രമേ ദൈവം തന്നിട്ടുള്ളൂ. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു എന്നാണ് 4-ാം വാക്യത്തിൽ പറയുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവയെ മാറ്റുവാനോ തിരുത്തുവാനോ നമുക്ക് അനുവാദമില്ല. യേശുക്രിസ്തുവിന്റെ കാലത്ത് പരീശന്മാരും പുരോഹിതന്മാരും ദൈവവചനത്തെക്കാൾ പ്രാധാന്യം കൊടുത്തിരുന്നത് പൂർവന്മാരുടെ കീഴ്വഴക്കങ്ങളായിരുന്നു, അവരുടെ വാക്കുകളായിരുന്നു. കർത്താവ് അവരെ ശാസിച്ചതായിട്ടും കാണുന്നു. നിങ്ങൾ ദൈവ കൽപ്പനകളെ വിട്ടുകളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു എന്ന്. ഈ ലോക ഗവൺമെന്റിന്റെ നിയമങ്ങളിൽ എന്തെങ്കിലും ഒന്ന് നാം ലംഘിച്ചാൽ തക്കതായ ശിക്ഷ കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ എല്ലാ രാജാക്കന്മാരുടെയും രാജാവായ സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനങ്ങൾ നാം എത്ര കൃത്യതയോടുകൂടെ അനുസരിക്കേണ്ടവരാണ്. ദൈവവചനം ഒരു പ്രാവശ്യം മാത്രം അനുസരിക്കുകയും പിന്നീട് അതിൽ നിന്നും ഒഴിഞ്ഞു നിൽപ്പാനുമല്ല, നിത്യം പ്രമാണിക്കേണ്ടതിനും അത് മരണം വരെയും പ്രമാണിക്കണമെന്നും ദൈവവചനം പറയുന്നു. നീ ദൈവത്തെ സ്നേഹിച്ചു അവന്റെ പ്രമാണവും ചട്ടങ്ങളും വിധികളും കൽപ്പനകളും എല്ലായ്പ്പോഴും പ്രമാണിക്കണമെന്ന് വചനം വ്യക്തമാക്കുന്നു. മലാഖിയുടെ കാലത്ത് വചനം കൃത്യമായി അനുസരിക്കണമെന്ന് പറയുമ്പോൾ അത് വലിയ പ്രയാസമുള്ള കാര്യമാണെന്ന് പറഞ്ഞവർ ചീറുന്നതായി കാണുന്നു. ഈ വചനമൊക്കെ അനുസരിച്ചത് കൊണ്ട് എന്ത് പ്രയോജനമുണ്ടാകാനാകുന്നു എന്നും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ ഇങ്ങനെയെല്ലാം പറഞ്ഞു നടക്കുന്നവർ പ്രധാനമായി പിന്മാറ്റക്കാരുടെ ലക്ഷണമുള്ളവരാണ്. മേക്കപ്പ് ചെയ്താൽ എന്താണ് കുഴപ്പം? വെള്ള വസ്ത്രം ധരിച്ചില്ലെങ്കിൽ എന്ത് കുഴപ്പം? വസ്ത്രത്തിലാണെന്നോ അല്ല, ഹൃദയത്തിലാണ് ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു നടക്കുന്നവരുണ്ട്. ഈ വാസ്തവമായിട്ടും ദൈവസന്നിധിയിൽ വരുമ്പോൾ ഈ കൂട്ടർ കുളിക്കത്ത് പോലുമില്ല. അതുകൊണ്ട് വചനവും പറയുന്നു, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു. എന്നാൽ നാം എന്തിനു വേണ്ടിയാണ് ദൈവവചനം അനുസരിക്കേണ്ടത്? ലോകത്തിന്റെ പല കാര്യങ്ങളും വർദ്ധിച്ച് സ്തോത്രം ഹല്ലേലൂയ നാം ലോകത്തിലുള്ള ഇൻപങ്ങളെല്ലാം വിട്ടുകളഞ്ഞ് ജീവിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരും കുറവല്ല. ദൈവവചനം കൃത്യമായി അനുസരിച്ച് നടന്നാൽ അവർ ശക്തി പ്രാപിക്കുവാൻ ഇടയാകുമെന്ന് ദൈവവചനം പറയുന്നു. അത് മാത്രമല്ല അവരുടെ ഭവനവും സന്തതികളും അനുഗ്രഹിക്കപ്പെടും. അവർക്ക് നിത്യതയിൽ വളരെ ഫലമുണ്ടാകും. അവർക്ക് ഒരു ദോഷവും വരികയില്ല. തിരുവചനം പ്രമാണിക്കുന്നവർ നന്മ കണ്ടെത്തുമെന്നും വചനം പറയുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാനായിരിക്കും. ആകയാൽ പ്രിയ ദൈവവൈദ്യരെ, ദൈവം നമ്മോട് കൽപ്പിക്കുന്ന ദൈവവചനം അത് ചോദ്യം ചെയ്യാതെ പൂർണ്ണമായും നാം അനുസരിക്കണം. അവരോട് ദൈവം ദയ കാണിക്കുകയും ചെയ്യും. ആകയാൽ കൃത്യമായി ദൈവവചനത്തെ അനുസരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ ഈ പ്രഭാതം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ ദിവസത്തിലടയ്ക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നാം ദൈവവചനം അനുസരിച്ചാൽ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് നടപ്പ് സ്ഥിരമാക്കിയാൽ ഏറ്റവും അനുഗ്രഹകരമായി തീരും. സമാധാനമുണ്ടാകും, ജീവിതത്തിൽ സന്തോഷമുണ്ടാകും, ആരോഗ്യമുണ്ടാകും. നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടികളെ ദൈവം നൽകുവാനിടയാകും. ഈ പ്രഭാതം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എൻ്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ദാസന്മാരും കർത്താവേ ഹല്ലേലൂയ
ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്ഥിരമായി നടക്കുവാൻ, ദൈവത്തിൻ്റെ ചട്ടങ്ങളെ ആചരിക്കുവാൻ എല്ലാവരും ദൈവം ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ ദൈവം തന്ന വിലയേറിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. നാഥ, ഈ ദിവസങ്ങളിൽ ദൈവവചനത്തെ അനുസരിച്ച് ദൈവത്തെ ഭയന്ന് വിശുദ്ധിയോടും വേർപാടോടും ജീവിക്കുന്ന അവൻ അനേകരെ സഹായിച്ചും കർത്താവെ സ്നേഹിച്ചും ആദരിച്ചും ആമേൻ ദൈവഭക്തന്മാർക്ക് കൈത്താങ്ങുമായിരിക്കുന്ന അനേക ദൈവക്കുഞ്ഞുങ്ങളുണ്ട്. അവിടെ തലമുറകളെ ദൈവം ഓർക്കണമേ, അവിടെ ഉപജീവനങ്ങളെ അനുഗ്രഹിക്കണമേ, അവിടെ ഭവനത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രഭാതം എല്ലാ ദൈവക്കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. എല്ലാവിധ നന്മകളാൽ നിറയ്ക്കും, അകറ്റമെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.